PFI ഭീകരവാദ കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി ദേശീയ അന്വേഷണ ഏജൻസി. STPI PFIയുടെ നിഴൽ രൂപമെന്നാണ് NIA വെളിപ്പെടുത്തൽ. STPIയുടെ നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറ്റാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതി ഇട്ടുവെന്നും NIA പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കോടതിയിൽ NIA സമർപ്പിച്ച റിപ്പോർട്ടിൽ വിവരങ്ങളുണ്ട്. ഇതര മതസ്ഥരിലെ പ്രമുഖരെ കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. 2047ഓടുകൂടി ഇസ്ലാമിക ഭരണം നടപ്പിലാക്കാനായിരുന്നു പ്രവർത്തനങ്ങളെന്നും NIA റിപ്പോർട്ടിൽ ഉണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് NIA ചൂണ്ടിക്കാട്ടുന്നത്? രാഗി, നേരത്തെ തന്നെ പുറത്തു വന്ന ചില വിവരങ്ങൾ, അത് PFI എങ്ങനെയാണ് STPI ഇപ്പോഴും നിലനിൽക്കുന്ന നിരോധനമില്ലാത്ത ഒരു രാഷ്ട്രീയ സംഘടനയായി എന്ന പേരിൽ ആ ഒരു ലേബലിൽ, പുറം ലേബലിൽ പ്രവർത്തിക്കുന്ന STPIയെ എങ്ങനെയെല്ലാം സഹായിക്കുന്നു, നിയന്ത്രിക്കുന്നു എന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നുവെങ്കിൽ കൂടുതൽ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതായത് നിരോധിത ഭീകര സംഘടനയായ, ഭീകരവാദ പ്രവർത്തനങ്ങൾ നിരവധി നടത്തിയിട്ടുള്ള, രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ വളർത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇപ്പോഴും STPIയെ നിയന്ത്രിക്കുന്നു. STPIയെ വലിയ രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ശ്രമിക്കുന്നു. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് നേതാക്കളടക്കം അവരുടെ ആസൂത്രണ യോഗങ്ങളിൽ, രഹസ്യ യോഗങ്ങളിൽ എല്ലാം തന്നെ അക്കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത്. അതനുസരിച്ചുള്ള വിശദമായ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിലാണ് STPIയെ നിർണായക രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിട്ടു എന്ന വിവരം NIA സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെയാണ് മുസ്ലിം സമുദായത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായി STPIയെ മാറ്റണം. കാരണം PFIയുടെ നിരോധനത്തിന് ശേഷം PFIക്ക് പരസ്യമായ പ്രവർത്തനങ്ങൾ സാധ്യമായിരുന്നില്ല. പരസ്യമായ പ്രവർത്തനങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരന്തരം നിരീക്ഷിക്കുകയായിരുന്നു. രഹസ്യ യോഗങ്ങളിലടക്കം പങ്കെടുത്തുകൊണ്ടും ആളുകളെ പങ്കാളികളാക്കിക്കൊണ്ടുമുള്ള പ്രവർത്തനങ്ങളായിരുന്നു നടത്തിയിരുന്നത്. അതേ ഘട്ടത്തിൽ തന്നെ ഒരു പുറം രൂപം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വേണമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രൂപം വേണമായിരുന്നു. അങ്ങനെയാണ് STPIയെ വളർത്തിക്കൊണ്ട് STPIയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ PFI നടത്തിയിരിക്കുന്നത് എന്നാണ് NIA ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, മുസ്ലിം സമുദായത്തെ നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി STPIക്ക് മാറാൻ കഴിയണം. അതിലൂടെ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും തങ്ങളുടെ ഭീകര ആശയങ്ങൾ അവരിലേക്ക് പ്രചരിപ്പിക്കാനുള്ള ഒരു വഴിയായി STPIയെ മാറ്റാൻ കഴിയുമെന്നും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കൃത്യമായി തന്നെ കണക്കുകൂട്ടുകയും ചെയ്തു. ഇതിലൂടെ ഇസ്ലാമിക തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഭരണഘടന, അങ്ങനെ ഇസ്ലാമിക തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തിയത് എന്നുകൂടിയാണ് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിശദമായ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. പ്രതികളുടെ ജാമ്യാപേക്ഷ, 4 പ്രതികൾ ജാമ്യാപേക്ഷ നൽകിയ ആ 4 പ്രതികൾക്കും ജാമ്യത്തിന് അർഹതയില്ല എന്നും അവർ കൊടും കുറ്റവാളികളാണ്, കൊടും ഭീകരവാദികളാണ് എന്നും വ്യക്തമാക്കിക്കൊണ്ട് അവർ ഉൾക്കൊള്ളുന്ന സംഘടനയ്ക്കെതിരായ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന അത്തരത്തിലുള്ള ഒരു അടിക്കുറിപ്പോട് കൂടി ആ സംഘടനയ്ക്കെതിരായ കണ്ടെത്തിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല 3 വിങ്ങുകളായിട്ടായിരുന്നു ഇതിന്റെ പ്രവർത്തനം എന്നത് സംബന്ധിച്ച് ഒരിക്കൽ കൂടി അതിന്റെ തെളിവുകൾ ദേശീയ അന്വേഷണ ഏജൻസി കോടതിക്ക് മുന്നിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. അതിൽ 3 വിങ്ങുകൾ എന്ന് പറയുമ്പോൾ, ഒന്ന് കൊലപ്പെടുത്തേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുന്ന ഒരു വിങ്ങായിരുന്നു, അത് റിപ്പോർട്ടേഴ്സ് വിങ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഒപ്പം തന്നെയായിരുന്നു ആംസ് ട്രെയിനിങ് വിങ്ങും ഒപ്പം സർവീസ് വിങ്ങും. ഈ സർവീസ് വിങ്ങാണ് കൊലപാതകങ്ങൾ നേരിട്ട് നടത്തിയിരുന്നത്. ആളുകളെ അതിക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന, വെട്ടിക്കൊലപ്പെടുത്തുന്ന, തലയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തുന്ന ഒരു രീതി അവലംബിച്ചുകൊണ്ട് കൊലപാതകങ്ങൾ നേരിട്ട് നടപ്പിലാക്കിയിരുന്നത് ഈ സർവീസ് വിങ് എന്ന വിഭാഗമായിരുന്നു. ആരെയെല്ലാം കൊലപ്പെടുത്തണം, അത്തരത്തിലുള്ള പട്ടികയിൽ ആരെല്ലാം വേണമെന്ന് തീരുമാനിച്ചിരുന്നത് റിപ്പോർട്ടേഴ്സ് വിങ് ആയിരുന്നു. ആ റിപ്പോർട്ടേഴ്സ് വിങ്ങിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പട്ടികയാണ് ഇന്നലെ പ്രധാനമായും പുറത്തു വന്നത്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി STPIയെ മുൻനിർത്തിക്കൊണ്ട് PFI നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, STPIയെ തങ്ങളുടെ രാഷ്ട്രീയ നിഴൽ രൂപമാക്കി മാറ്റാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ എന്നിവയെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നത്. മാത്രമല്ല 2047ഓടെ ഇസ്ലാമിക ഭരണം നടപ്പിലാക്കാനായിരുന്നു ശ്രമം, അല്ലെങ്കിൽ 2047 ഒരു ഇസ്ലാമിക ഭരണം രാജ്യത്ത്, ഭാരതത്തിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് PFI പ്രവർത്തിച്ചിരുന്നത്. ആ പ്രവർത്തനത്തിന് ഇടയ്ക്കാണ്, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടി നടത്തി മുന്നോട്ട് പോയത് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിഴൽ രൂപം എന്ന
കൂടുതൽ വെളിപ്പെടുത്തലുമായി NIA എത്തിയിരിക്കുകയാണ്. SDPI നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറ്റാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതി ഇട്ടു എന്നും NIA പ്രതികളുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് കോടതിയിൽ NIA സമർപ്പിച്ച റിപ്പോർട്ടിൽ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ജിജീഷ് കരുണാകരനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.